നമ്മൾ കത്തി വില കൊടുത്ത് പെട്രോൾ എന്ന് പറഞ്ഞ് വാങ്ങുന്ന സാധനം പ്യുവർ പെട്രോൾ അല്ല, E20 പെട്രോൾ. E20 പെട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 1 ലിറ്റർ പെട്രോൾ വാങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് 800 ml പെട്രോളും ബാക്കി 200 ml എത്തനോളാണ് കിട്ടുന്നത്. പെട്രോളിന്റെ വില കുറക്കാൻ വേണ്ടിയിട്ടും പൊല്യൂഷൻ കുറക്കാൻ വേണ്ടിയിട്ടുമാണ് എത്തനോൾ ആഡ് ചെയ്യണമെന്നാണ് ആദ്യം നമ്മളോട് പറഞ്ഞിരുന്നത്. E20 പെട്രോൾ പുതിയ വണ്ടികളിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാറില്ലെങ്കിലും പഴയ വണ്ടികളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ E20 പെട്രോൾ ഉണ്ടാക്കുന്നുണ്ട്. പെട്രോൾ കടന്നു പോകുന്ന പാർട്സുകളിലാണ് കൂടുതലും കുഴപ്പങ്ങൾ ഈ E20 പെട്രോൾ ഉണ്ടാക്കുന്നത്. ഉദാഹരണത്തിന് കാർബറേറ്ററുകളുടെ ഉള്ളിലുള്ള കുറെ പ്ലാസ്റ്റിക്കും റബ്ബറും ഒക്കെ ആയിട്ടുള്ള കുറെ പാർട്സുകളുണ്ട്. ആ പാർട്സുകൾക്കാണ് കൂടുതൽ കംപ്ലൈന്റ് ഉണ്ടാക്കുന്നത്. ബാക്കി മെറ്റൽ പാർട്സുകൾക്കൊന്നും ഈ പെട്രോൾ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. ഫ്യൂവൽ ഇഞ്ചക്ടർ ആണെങ്കിലും അതിനും ഒരുപാട് പ്രശ്നങ്ങൾ ഈ E20 പെട്രോൾ ഉപയോഗിക്കുന്ന വണ്ടികളിൽ കാണുന്നുണ്ട്. കൂടാതെ മൈലേജ് കുറവാണ്, പിന്നെ പൊല്യൂഷൻ കൂടുതലുമാണ്. അതും പോരാഞ്ഞിട്ട് പല ഭാഗങ്ങളിലും കാർബൺ ഡെപ്പോസിറ്റും ഭയങ്കര കൂടുതലാണ്. ഇതുമൂലം മൊത്തത്തിലുള്ള പെർഫോമൻസിനെയും മൈലേജിനെയും എല്ലാം ഇത് കാര്യമായിട്ട് തന്നെ ബാധിക്കും. ഡെയിലി എടുക്കാത്ത വണ്ടികൾക്കാണ് കൂടുതൽ കുഴപ്പം കാണുന്നത്. ചെറിയ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ചെറിയ രീതിയിലൊക്കെ ഒന്ന് രക്ഷപ്പെട്ടു പോകും. അതായത് നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് പെട്രോൾ ഓഫ് ചെയ്ത് വെക്കുക. അതായത് വണ്ടി ഓഫ് ചെയ്ത് പിറ്റേ ദിവസം എടുക്കുള്ളൂ, അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് എടുക്കൂല്ലെങ്കിൽ പെട്രോൾ ടാപ്പ് ഓഫ് ചെയ്ത് വെക്കുക. ഇത് ബൈക്കുകളിൽ കാർബറേറ്ററിൽ വർക്ക് ചെയ്യണം, ബൈക്കുകളിൽ മാത്രമേ പറ്റുള്ളൂ. സ്കൂട്ടറുകൾക്ക് അല്ലെങ്കിൽ കാറുകൾക്ക് പെട്രോൾ ഓഫ് ചെയ്ത് വെക്കാനുള്ള സംവിധാനം ഇല്ല. രണ്ടാമത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് പ്രീമിയം പെട്രോൾ അടിക്കുക. അതായത് പ്രീമിയം പെട്രോൾ പല കമ്പനികളുടെയും പ്രീമിയം പെട്രോൾ എന്ന് പറഞ്ഞാൽ E10 ആണ്. അപ്പൊ 20% എത്തനോൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടി കുറച്ച് പ്രശ്നം 10% എത്തനോൾ ഉണ്ടാക്കുള്ളൂ. ചില കമ്പനികളുടെ പ്രീമിയം പെട്രോൾ എന്ന് പറഞ്ഞാൽ 100% പെട്രോൾ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള പെട്രോളുകൾ അടിച്ചാൽ ഗുണം ചെയ്യും. പക്ഷെ പ്രീമിയം പെട്രോളിന് E20 പെട്രോളുകളെ അപേക്ഷിച്ച് ഭയങ്കര വില കൂടുതലാണ്. ഇനിയുള്ള കാലങ്ങളിൽ E80 E100 ഒക്കെയാണ് വരാൻ പോകുന്നത് പറയാം. അതിനുവേണ്ടിയൊക്കെ പുതിയ ടെക്നോളജിയിലുള്ള വണ്ടികൾ വരുമായിരിക്കും.